ഹലോ ഗൈസ്, ടെക് ലാബ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഗാലറിയാണ്. പേര് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗാലറിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽപ്പും യൂസും തരുന്നൊരു ഗാലറി തന്നെയാണിത്. അപ്പോൾ നമുക്ക് നേരെ ഗാലറിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഗാലറി തുറന്നു കഴിഞ്ഞിട്ടുണ്ടാവുക. ഓപ്ഷൻസിൽ ആദ്യം വരുന്നത് തന്നെ സോർട്ട് ബൈ ആണ്. അതായത് നമ്മൾ സോർട്ട് ചെയ്യില്ലേ, നെയിം വെച്ചിട്ടാണോ അതോ സൈസ് വെച്ചിട്ടാണോ സോർട്ട് ചെയ്യേണ്ടത്, അതിനനുസരിച്ചായിട്ടും സോർട്ടാക്കി കിടക്കുക. അതേപോലെ തന്നെ ഫിൽറ്റർ, നമുക്ക് ഇമേജ് മാത്രം മതിയോ ഗാലറിയിൽ, വീഡിയോ മാത്രം മതിയോ, അതിനാണ് ഫിൽറ്റർ. പിന്നെ ചേഞ്ച് വ്യൂ ടൈപ്പ് ഉണ്ട്. നമുക്ക് ലിസ്റ്റായിട്ട് കാണണോ അതോ ഗ്രിഡായിട്ട് കാണണോ എന്നൊക്കെ ആ ഓപ്ഷൻ കൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അടുത്ത വരുന്ന ഓപ്ഷൻ നമുക്ക് ഫോൾഡറിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡറിൻ്റെ ഐക്കൻ്റെ സൈസ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഒരുപാട് വലുപ്പത്തിലേക്ക് സൂം ചെയ്യാനും കഴിയും, അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്യാനും കഴിയും. വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കൈ കൊണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേറെ തന്നെയുണ്ട്. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഇതുപോലെ കസ്റ്റമൈസ് കളേഴ്സാണ്. അതിൽ തന്നെ നമുക്ക് തീം അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. അതുപോലെ തന്നെ മെയിൻ തീം അഡ്ജസ്റ്റ് ചെയ്യാം, പ്രൈമറി കളർ മാറ്റാം. ഒക്കെ അതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഇതാ കളറ്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും ബോർഡറിൻ്റെ കളറും ഒക്കെ ആവശ്യാനുസരണം നമുക്ക് മാറ്റാം. ഇനിയും അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മാനേജ് ഇൻക്ലൂഡഡ് ഫോൾഡേഴ്സ്, മാനേജ് എക്സ്ക്ലൂഡഡ് ഫോൾഡേഴ്സ്, ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഫോൾഡേഴ്സ് ഒഴിവാക്കാനും ഇൻക്ലൂഡ് ചെയ്യാനുമാണ്. അതുപോലെ തന്നെ ഷോ ഹിഡൻ ഐറ്റംസ്, ഇത് നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമുള്ളത് ഒഴിവാക്കാനും കാണാനൊക്കെ സാധിക്കും, ഹൈഡ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ പ്ലേ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി, റിമെമ്പർ ലാസ്റ്റ്, പ്ലേ ബാക്ക് പൊസിഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് തംബ്നെയിലിൻ്റെ ഗിഫ് ആനിമേഷൻസ് ഓൺ ആക്കിയിടാം. അപ്പം ഗിഫ് ഓട്ടോമാറ്റിക്കലി നമ്മൾ തുറക്കാതെ തന്നെ പ്ലേ ആവും. അതുപോലെ തന്നെ ഷോ വീഡിയോ ഡ്യൂറേഷൻ, അതൊക്കെ പ്രോ ആണ്, അതായത് പ്രോ ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് സാധാരണ നമ്മൾ വെർട്ടിക്കലായിട്ടാണ് സ്ക്രോൾ ചെയ്യാറ്, നമുക്ക് ഹൊറിസോണ്ടലായിട്ടും അവിടെ സ്ക്രോൾ ചെയ്യാം. പിന്നെ ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ ഒരുപാട് ഒട്ടനവധി ഓപ്ഷൻസ് നമുക്ക് ഇനിയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റിയിൽ നമുക്ക് പാസ്വേഡ് വെച്ചിട്ട് നമ്മളുടെ ഗാലറി പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ കഴിയും. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. നമ്മൾ മറ്റ് സാധാ സിമ്പിളായിട്ടുള്ള നമുക്ക് ബിൽറ്റ് ഇൻ ഗാലറികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് തരുന്നതാണ് ഈ സിമ്പിൾ ഗാലറി. പേര് പോലെ തന്നെ വളരെ സിമ്പിളാണെങ്കിലും ഫീച്ചേഴ്സ് കൊണ്ട് വളരെ വൈഡായിട്ടുള്ളൊരു ഗാലറി തന്നെയാണിത്. അതുപോലെ തന്നെ നമുക്ക് റീസൈക്കിൾ പിന്നിൻ്റെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ആക്കുന്ന ഫയൽസും വീഡിയോസും ഇമേജസും ഒക്കെ ഒരു റീസൈക്കിൾ പിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡറിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് രണ്ടാമത് നമുക്കത് വേണമെങ്കിൽ പിന്നെ അതിലെടുത്ത് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന ഒരു റീസൈക്കിൾ പിന്ന് പോലെയാണ് അത് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ഗാലറിൻ്റെ ഐക്കൻ്റെ കളർ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതായത് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെ അടിപൊളി ഫീച്ചേഴ്സ് ഇനിയുണ്ട് ഇതിനകത്ത്, നമുക്ക് യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടെക് ടിപ്സിനും സൊല്യൂഷനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.